അമേരിക്കയെ പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് ഇപ്പോൾ ചൈന ഒരുങ്ങിയിറങ്ങിയിരിക്കുന്നത്. ഇറാനും ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം രണ്ടാഴ്ചത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഈ ഒരു ഇടവേള ഇറാനിലേക്ക് അത്യാധുനിക സംവിധാനങ്ങൾ, അത്യാധുനിക ആയുധങ്ങൾ എത്തിക്കുക എന്നതാണ് ചൈന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനം. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ഇറാനിലേക്ക് ആയുധം കൈമാറുകയില്ല എന്ന് വ്യക്തമാക്കിയതിനു ശേഷമാണ് കഴിഞ്ഞ 48 മണിക്കൂറിനിടയിൽ 4 കാർഗോ ചൈനീസ് വിമാനങ്ങൾ ഇറാനിൽ എത്തിയതായിട്ടുള്ള കൺഫേം അല്ലാത്ത റിപ്പോർട്ടുകൾ വരുന്നത്. 4 Chinese cargo planes alleged switched off their transponders and landed in Iran within the last 48 hours, reportedly carrying arms and ammunition. ആയുധങ്ങളും യുദ്ധ സാമഗ്രികളും വഹിച്ചുകൊണ്ട് ചൈനയുടെ 4 കാർഗോ വിമാനങ്ങളാണ് ഇപ്പോൾ ഇറാനിൽ എത്തിയത് എന്ന റിപ്പോർട്ട് വരുന്നു. The flight went dark mid-route before entering Iranian airspace. എന്നാൽ ഇറാന്റെ അതിർത്തിയിലേക്ക് ഈ കാർഗോ വിമാനങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ട്രാൻസ്പോണ്ടർ ഓഫ് ചെയ്തു എന്നതാണ് ഇപ്പോൾ വരുന്ന വാർത്ത. ഇങ്ങനെ ഓഫ് ചെയ്ത കാരണം എവിടെയാണ് വിമാനമുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതേസമയത്ത് അമേരിക്കയ്ക്ക് റഡാർ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ കാര്യം നിരീക്ഷിക്കുവാനോ ആക്രമിക്കാനോ അതും സാധ്യമല്ല, കാരണം വെടിനിർത്തലാണല്ലോ. എന്നാൽ ഈ ഒരു സമയം ഉപയോഗപ്പെടുത്തി ചൈന ഇറാനിൽ ആയുധം എത്തിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. അതേസമയത്ത് ഇത് കൺഫേംഡ് അല്ല വാർത്ത. ഈ വാർത്ത യഥാർത്ഥത്തിൽ കൺഫേം ചെയ്യാൻ കഴിയുകയുമില്ല. ഇറാനോ അല്ലെങ്കിൽ ചൈനയോ ഇത് കൺഫേം ചെയ്യുകയില്ല, കാരണം വളരെ സീക്രട്ട് ആയിട്ടാണ് ഈ കാര്യം നടന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങൾ ഇറാനിൽ നിന്നോ ചൈനയിൽ നിന്നോ വരികയില്ല. അതേസമയം ചൈനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക് റഡാർ സിസ്റ്റങ്ങൾ, റഡാർ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാന് നൽകുമെന്നുള്ള വാർത്ത വന്നിരുന്നു. ഈ വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇങ്ങനെ ഒരു വാർത്ത വരുന്നത്. എന്തായിരുന്നാലും ചൈന അമേരിക്കയെ പൂട്ടാൻ ഇറാനെ ഉപയോഗപ്പെടുത്തി അമേരിക്കയെ പാഠം പഠിപ്പിക്കാനുള്ള നീക്കം നടത്തുന്നു എന്നതെല്ലാം ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്.